Hello class, welcome to the next lecture on control systems. So ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ചെയ്തു, പിന്നെന്താണ് ചെയ്തത്? സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. അതുപോലെ ടൈം ഡൊമൈൻ അനാലിസിസ് നമ്മൾ കുറച്ച് നടത്തി. ഓക്കെ, ദെൻ എറേഴ്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ് തിങ് വി ആർ മൂവിങ് ഓൺ ടു ഈസ് കോൾഡ് സ്റ്റെബിലിറ്റി. അതായത് ഇഫ് യു ആർ ഗിവൻ the transfer function, open loop or closed loop or either way, if we have a transfer function, our transfer function, how do we identify the stability of the system? That's what we will see. Okay. So basic definitions of transfer functions, I hope you all know. And then that is for a bounded input, bounded output. And then if and then input is 0, output should also be 0. അതായത് വേറെ സ്പെസിഫിക് ഇൻപുട്ട് ഇല്ലാതെ എന്തെങ്കിലും ഒരു വാല്യൂ വന്നുകൊണ്ടിരിക്കാൻ പാടില്ല. These are some of the conditions for stability. Then different types of stability. I have mentioned this in previous classes. Just note ആയതുകൊണ്ട് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. Okay. Now the first topic that I want to deal with in stability is what is called as Routh-Hurwitz criterion. Okay. Basically, if you are given the characteristic equation of a system, we can identify how many poles are on the right side of the origin and how many poles are on the left side of the origin. That identify a mechanism RH criterion. Okay. So other than that, because if poles are on the right side, then right side of the origin, then the system is unstable. Okay. So characteristic equation, suppose the characteristic equation is of the form a0 into s to the power of n plus a1 into s to the power of n minus 1 etc. up to plus an s to the power of 0 equal to 0. That's our characteristic equation format. And what we do is we write something called as the Routh tabular form. Okay, അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എത്ര പവർ വരെ ഉണ്ടോ, ഇപ്പം n ആണ് ഹയസ്റ്റ് പവർ എങ്കിൽ എസ് എൻ എസ് ടു ദ പവർ ഓഫ് എൻ എസ് ടു ദ പവർ ഓഫ് എൻ മൈനസ് വൺ എസ് ടു ദ പവർ ഓഫ് എൻ മൈനസ് ടു അങ്ങനെ അപ് ടു എസ് ടു ദ പവർ ഓഫ് 0 വരെ നമ്മൾ എഴുതും. റൈറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് റോയിൽ, ഓക്കെ, അതായത് എസ് ടു ദ പവർ ഓഫ് എന്നിന് കറസ്പോണ്ടിങ് ഉള്ള റോയിൽ നമ്മൾ എന്ത് ചെയ്യും? a0 a2 a4 എക്സെട്ര അങ്ങനെ എത്രയാണോ ഉള്ളത് അതുവരെ. അതായത് നമ്മുടെ ഈവൻ നമ്പർ കോഎഫിഷ്യൻസ്, ഈവൻ പവേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ എഴുതും, അല്ലെങ്കിൽ ഹയസ്റ്റ് പവേഴ്സിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ നമ്മൾ എഴുതും. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യും? തൊട്ട് താഴെയുള്ള ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് നമ്മൾ എഴുതും. അപ്പോൾ ഇതൊരു ഫോമാറ്റായി. ഇനി മുതൽ നമ്മൾ ഇപ്പം ഉള്ള ഡേറ്റ് ഇത്രയും ഫസ്റ്റ് 2 കോളംസ് അല്ലെ ഫസ്റ്റ് 2 റോസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് എഴുതുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള മുതൽ നമ്മൾ എന്താണ് 1 by 1 ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് കോളം വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ, വാട്ട് ഇസ് ദ ഫസ്റ്റ് വൺ? a1 ഇൻറ്റു a2 മൈനസ് a0 ഇൻറ്റു a3 ഡിവൈഡഡ് ബൈ a1. സിമിലർലി അടുത്തെന്ന് പറഞ്ഞാൽ a1 ഇൻറ്റു a4 minus a0 into a5 divided by a1 etc. അങ്ങനെ അപ് ടു വന്ന് ലാസ്റ്റ് വൺ an ആയിരിക്കും, ഒറിജിനൽ ഇതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ വാല്യൂസ് കിട്ടും. ദ കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി, ഓർ ഫ്രം ദിസ് ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് വെദർ there are poles on the right side or not? Depends on the sign change. Okay, അതായത് ഈ ലെഫ്റ്റ് മോസ്റ്റ് കോളത്തിൽ, ഫസ്റ്റ് കോളത്തിൽ നമ്പേഴ്സ് ഉണ്ടല്ലോ, ന്യൂമറിക്കൽ വാല്യൂസ്, അതിൽ സൈൻ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ there are no പോൾസ് ഓൺ ദ ആർച്ചസ്. എല്ലാം നെഗറ്റീവ് ആണെങ്കിലും there are no പോൾസ് ഓൺ ദ ആർച്ചസ്. പക്ഷേ ഇഫ് there are sign changes, എത്ര സൈൻ ചേഞ്ച് ഉണ്ടോ അത്രയും പോൾസ് ആർച്ചസിലുണ്ടാവും. റൈറ്റ്. ഇനി 0 ആണുള്ളതെങ്കിലോ, ഏതെങ്കിലും ഒരു
ഫസ്റ്റ് കോളത്തിൽ ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിലോ ദെൻ അത് മാർജിനലി സ്റ്റേബിളാണ്. അതായത് നമ്മുടെ ഇമാജിനറി ആക്സിസിൽ പോൾസിൻ്റെ പെയർ ഉണ്ടാവും. ഓക്കെ, കീപ് ദിസ് ഇൻ മൈൻഡ് ആൻഡ് we'll see how to solve some problems. Okay. Question is identify the stability for the following characteristic equation. First one is s plus 10 equal to 0. അപ്പോൾ അതിൻ്റെ നമ്മൾ റൂട്ട് ടാബുലർ ഫോം എങ്ങനെ എഴുതുന്നത്? s to the power of 1 s to the power of 0. ഓക്കെ, ഇതിൻ്റെ എങ്ങനെ എഴുതുന്നത്? ആദ്യത്തേത് ഇവിടെ എഴുതും 1 then 10. There is no sign change, so it is stable. Okay. ഇനി അടുത്ത സെക്കൻഡ് വൺ s squared plus 0 into s plus 25 equal to 0. ഇതിൻ്റെ എഴുതുമ്പോൾ s squared വരണം, s to the power of 1 വേണം, 0 വേണം. നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ളത് എഴുതും. ഏതൊക്കെയാണ്? 1ഉം 25ഉം. അടുത്ത ഏതാണ്? ഇതാണ് 0. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, ഇത് ഏതാ എഴുതേണ്ടത്? കാരണം ഇപ്പോൾ നമ്മൾ ദിസ് ഇൻറ്റു ദിസ് മൈനസ് ചെയ്തെടുത്താൽ എന്താണ് 0/0 ഫോം ആവും. സോ ഈ ഒരു സ്ട്രക്ചറിൽ വരികയാണെങ്കിൽ, അതായത് ഇവിടെ ഒന്നുമില്ല എന്ന് വരികയാണെങ്കിൽ ഇത് ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരും 25. അതായത് an ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എലമെൻ്റ് എപ്പോഴും an ആയിരിക്കണം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഒരു പോസിറ്റീവ്, ഒരു 0, ഒരു പോസിറ്റീവ്. സൈൻ ചേഞ്ച് ഇല്ല, പക്ഷേ ഈ ഒരു 0 ഉള്ളത് കൊണ്ട് ദ സിസ്റ്റം ഇസ് മാർജിനലി സ്റ്റേബിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത എഴുതാം. വിൽ ജസ്റ്റ് സീ സം എക്സാമ്പിൾസ്, അപ്പോൾ യു വിൽ ഗെറ്റ് സം ഐഡിയ. ഓക്കെ, s squared plus 10s plus 10 equal to 0. So s squared s to the power of 1 s to the power of 0. ഇതെങ്ങനെയാണ്? 1 10 1 10. then അടുത്തതിൽ 10. ഇതെന്താണ്? ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരും 10 അല്ലേ? സോ ദർ ഇസ് നോ സൈൻ ചേഞ്ച്, സോ ദ സിസ്റ്റം ഇസ് സ്റ്റേബിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഏതാണ് അടുത്തത്? ഇതാണ് s cube plus 7s squared plus 3s plus 10. അതിന് നമ്മൾ എങ്ങനെ എഴുതും? അതായത് s cube plus 7s squared plus 3s plus 10 equal to 0. അതിൻ്റെ 1 3 ഇത് രണ്ടും ആദ്യത്തേതിൽ വരും. ഓക്കെ, 1ഉം 3ഉം. 7 10 രണ്ടാമത്തേതിൽ വരും. 7 10. ഇതോടെ നമ്മുടെ ആക്ച്വൽ ഡേറ്റ കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? s to the power of 1 എങ്ങനെയാണ് വരുന്നത്? 7 into 3 minus 10 by 7. That is 21 minus 10 11 by 7. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത എങ്ങനെയാണ്? ഇതിങ്ങോട്ട് ചാടും. ഓക്കെ, സോ അഗൈൻ ദർ ഇസ് നോ സൈൻ ചേഞ്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ s to the power of 3 plus 9s squared plus 7s plus 100 equal to 0. ഓക്കെ, സോ ഇത് വരുമ്പോൾ എങ്ങനെയാണ്? 1ഉം 7ഉം ആദ്യത്തെ കോളത്തിൽ, ആദ്യത്തെ റോയിൽ വരും. 9ഉം 100ഉം അടുത്ത റോയിൽ വരും. ഓക്കെ, ഇനി മൂന്നാമത്തേതിൽ നമ്മൾ ജനറേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? 9 into 7 minus 100 divided by 9. ഓക്കെ, സോ ദാറ്റ് ഈസ് minus 37 by 9. അടുത്തത് ഏതാണ്? ഈ 7 ഇങ്ങോട്ട് വരും. റൈറ്റ്, സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇവിടെ നമ്മൾ ഈ സൈൻ ചേഞ്ച് നോക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ദിസ് ഇസ് പോസിറ്റീവ്, ദിസ് ഇസ് പോസിറ്റീവ്, ദിസ് ഇസ് നെഗറ്റീവ്, ദിസ് ഇസ് പോസിറ്റീവ് അല്ലേ? സോ ഫ്രം ഹിയർ ടു ഹിയർ ദർ ഇസ് എ സൈൻ ചേഞ്ച്, പോസിറ്റീവ് നെഗറ്റീവായി. ആൻഡ് ഫ്രം ഹിയർ ടു ഹിയർ ദർ ഇസ് എ സൈൻ ചേഞ്ച്, നെഗറ്റീവ് പോസിറ്റീവായി. സോ ദർ ആർ 2 സൈൻ ചേഞ്ചസ്. 2 സൈൻ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ 2 പോൾസ് ഓൺ ദ റൈറ്റ് സൈഡ്, സിസ്റ്റം ഇസ് അൺസ്റ്റേബിൾ. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? s cube plus 8s squared plus 4s
പ്ലസ് 32 ഈക്വൽ ടു 0. ഇതിൻ്റെ എങ്ങനെയാണ് 1ഉം 1ഉം 4ഉം ഇവിടെ വന്നു 8ഉം 32 8ഉം 32. അപ്പം ഇവിടെ ഏതാ വരുന്നത് 32 ഇൻറ്റു 1 മൈനസ് 8 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 8 ദാറ്റ് ഇസ് 0. ഈ 32 ഇങ്ങോട്ട് വരും, റൈറ്റ്. പക്ഷേ ഇവിടെ വേറൊരു എലമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ 32 ഇങ്ങോട്ട് വരില്ല. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദാറ്റ്. സോ എന്തായി ഇതിൻ്റെ വാല്യൂ? ഒരു 0 വന്നു. ദാറ്റ് ഈസ് ദ സിസ്റ്റം ഇസ് മാർജിനലി സ്റ്റേബിൾ. സോ ഇതാണ് വളരെ ബേസിക് ആയിട്ട് ഹൗ യു യൂസ് the root tabular form to check whether a system is stable or not. ഇത് വളരെ ബേസിക് ആണ്. ഇനി ഇതിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാബുലേഷനിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, ഓർ ഇൻഫറൻസസ് ഉണ്ട്. ലെറ്റ്സ് സീ വാട്ട് ദേ ആർ. ഓക്കെ, ദീസ് ആർ സം മോർ ക്വസ്റ്റ്യൻസ്. കൂടുതൽ ഇതാണ്, അതിലെങ്ങനെയാണ് വരുന്നതെന്നുള്ള ഇതാണ്. ഫസ്റ്റ് വൺ ഈസ് ഏതാണ്? എസ് ടു ദ പവർ ഓഫ് 4 പ്ലസ് 2s ക്യൂബ് പ്ലസ് 3s സ്ക്വയർഡ് പ്ലസ് 4s പ്ലസ് 5 ഈക്വൽ ടു 0. അപ്പോൾ അതിലെങ്ങനെയാണ് വരുന്നത്? 1 3 5 2 4 ഇതാണ് വരുന്നത്. അപ്പം ഈ ഫസ്റ്റ് എലമെൻറ്റ് S2 എന്ന് പറയുന്ന ഈ റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? 2 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 2 വിച്ച് ഇസ് 1. ഇവിടെ ഏത് വരും? ഇവിടെ കണ്ടോ, ഇവിടെ ഒരെണ്ണം മിസ്സിംഗ് ആണ്. സോ ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചാടി വരും. അപ്പോൾ നമുക്ക് ഇത് രണ്ടിതായി. അപ്പോൾ ഇനി അടുത്ത് ഇതിൽ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1 ഇൻറ്റു 4 മൈനസ് 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഇസ് മൈനസ് 6. ഇതും ഈ എലമെൻറ്റോ ഇതിങ്ങോട്ട് വരും. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നൊരു ചേഞ്ച് ഉണ്ട്, ഇവിടെ നിന്നൊരു ചേഞ്ച് ഉണ്ട്. ദർ ആർ 2 സൈൻ ചേഞ്ചസ്. സോ 2 പോൾസ് ഉണ്ട് RHS. ഓക്കെ, ഈ ക്വസ്റ്റ്യനും നേരത്തെ ചെയ്ത പോലെ തന്നെ വേറെ വ്യത്യാസമില്ല, സൈൻ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് ദർ ആർ നോ പോൾസ് ഓൺ ദ RHS. ഈ ക്വസ്റ്റ്യൻ ആകുമ്പോഴോ 2 സൈൻ ചേഞ്ചസ്, സോ 2 പോൾസ് ഓൺ ദ RHS. ഇനി ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ഇതിൻ്റെ എങ്ങനെ വരും? എസ് ടു ദ പവർ ഓഫ് 4 പ്ലസ് 2s ക്യൂബ് പ്ലസ് 2s സ്ക്വയർ പ്ലസ് 4s പ്ലസ് 8 ഈക്വൽ ടു 0. അതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരിക. സോ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തുമ്പോൾ 1 2 8ഉം 2 4ഉം നമുക്ക് ഇക്വേഷനിൽ നിന്ന് തന്നെ കിട്ടും. അടുത്ത് എങ്ങനെയാണ്? 4 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 2 ബൈ 2 ദാറ്റ് ഇസ് 0. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പം ലെറ്റ് മീ ജസ്റ്റ് റൈറ്റ് ഇറ്റ് വൺസ്. എസ് ടു ദ പവർ ഓഫ് 4 1 0 1 2 8 2 4. അടുത്ത ഇവിടെ 0 വരും, ഈ 8 ഇങ്ങോട്ട് വരും. ഓക്കെ, പക്ഷെ നമുക്ക് താഴോട്ട് പോകണം. നമ്മുടെ ഇതിവിടെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു എലമെൻറ്റ് വരും, ഒരു അൺനോൺ എലമെൻറ്റ് വരും, ഈ 8 ഇങ്ങോട്ട് വരും, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? പക്ഷെ നമ്മൾ 0 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? സംതിങ് ഡിവൈഡ് ബൈ 0 വരും. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. സോ വാട്ട് വി ഡു ഇസ് വി ചേഞ്ച് ദിസ് ടു എപ്സിലോൺ. ഓക്കെ, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഇസ് എ സ്മോൾ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. അത് വളരെ സ്മോൾ പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, എപ്സിലോണിന് എന്നിട്ട് ഈ വാല്യൂ കണ്ടുപിടിക്കും. അതെന്താ വരുന്നത്? ദാറ്റ് വിൽ ബി 4 ഇൻറ്റു എപ്സിലോൺ മൈനസ് 2 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ എപ്സിലോൺ. ഓക്കെ, 4 എപ്സിലോൺ മൈനസ് 16 ഡിവൈഡഡ് ബൈ എപ്സിലോൺ. അതാണ് അതിൻ്റെ വാല്യൂ. പിന്നെ ഇവിടെ 8 വരും. സോ ലെറ്റ്സ് കോൾ ദാറ്റ് ഓക്കെ, ഇനി ലെറ്റ്സ് റൈറ്റ് ഇറ്റ് 4 എപ്സിലോൺ മൈനസ് 16 ഡിവൈഡഡ് ബൈ എപ്സിലോൺ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡെഫിനിറ്റ് വാല്യൂ വേണ്ടേ? ഇത് എന്താണ്? ഇത് അഗെയിൻ 0 ആണോ അതോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് അറിയണ്ടേ? സോ നമ്മൾ എന്ത് ചെയ്യും? വിൽ ടേക്ക് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് വരുന്നത്? 0 മൈനസ് 16 ഡിവൈഡഡ് ബൈ 0 ദാറ്റ് ഇസ് മൈനസ് ഇൻഫിനിറ്റി. അതായത് ഒരു നെഗറ്റീവ് വാല്യൂവിലോട്ടാണ് ഇത് പോകുന്നത്. സോ ദിസ് ഈസ് നെഗറ്റീവ്. ഈ സാധനം നെഗറ്റീവായി. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ദർ ഇസ് എ സൈൻ ചേഞ്ച്. പോസിറ്റീവിൽ നിന്നൊരു നെഗറ്റീവിലോട്ട്, നെഗറ്റീവിൽ നിന്നൊരു പോസിറ്റീവിലോട്ട്. സോ 2 സൈൻ ചേഞ്ചസ് ആർ ദർ. ദാറ്റ് മീൻസ് 2 പോൾസ് ആർ ദർ ഓൺ ദ RHS. ഓക്കെ, ഇതെപ്പോഴാണ് നമ്മൾ ഈ എപ്സിലോണിൻ്റെ പരിപാടി യൂസ് ചെയ്യേണ്ടത്? നമുക്ക് എപ്പോഴെങ്കിലും ഈ 0 വരുന്ന ടേമിനെ അതിനെ യൂസ് ചെയ്ത് പിന്നീട്
താഴോട്ടുള്ള റോസ് ഏതെങ്കിലും എഴുതേണ്ടി വന്നാലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത look at another question. S to the power of 5 plus S to the power of 4 plus 2S to the power of 3 plus 2S to the power of 2 plus 3S plus 15 equal to 0. സോ നമ്മൾ ആദ്യത്തെ രണ്ട് റോ നമ്മൾ എഴുതും 1 2 3 1 2 15. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു 0 ആയി, അത് നമ്മൾ എപ്സിലോണിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. ദെൻ -12. ഇതിനെപ്പറ്റി നമ്മൾ ബോദർ ചെയ്യേണ്ട, കാരണം വി ആർ ലുക്കിംഗ് ഫോർ സൈൻ ചേഞ്ചസ് ഓൺലി ഓൺ ദ ഫസ്റ്റ് കോളം. ഓക്കെ, സോ വി ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് ദിസ്. ഇനി ഇതിനെ എഴുതണം. ഇതെങ്ങനെയാണ്? 2 into epsilon minus 1 into -12 divided by epsilon, that is 2 epsilon plus 12 by epsilon, and ഈ 15 ഇങ്ങോട്ട് ചാടി വരും. ഓക്കെ, ഇവിടെ തീർന്നില്ല, ഇവിടെ നമുക്ക് ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഈ 15 ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട, പക്ഷേ ഇവിടെയുള്ള ഈ ഒരു ടേം നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. അത് എന്താ വരിക? ദിസ് തിങ്. ഓക്കെ, ലെറ്റ്സ് കോൾ ദിസ് ആസ് എക്സ്. സോ ദിസ് വിൽ ബി -12 into x minus 15 into epsilon divided by x എന്ന് വരും. റൈറ്റ്, സോ നമ്മളിത് യു വിൽ ഗെറ്റ് സംതിങ് കോംപ്ലിക്കേറ്റഡ് ലൈക്ക് ദിസ്. പക്ഷെ നമ്മൾ ഇതിന് എപ്സിലോൺ ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ദിസ് ടേം, ദിസ് പെർട്ടിക്കുലർ ടേം, ദിസ് വിൽ ബിക്കം പോസിറ്റീവ് ആൻഡ് ദിസ് വിൽ ബിക്കം നെഗറ്റീവ്. നമുക്ക് എക്സാക്ട് വാല്യൂവിൻ്റെ ആവശ്യമില്ല. We only need to know whether it is less than 0, equal to 0 or greater than 0. Okay, so ഇത് നെഗറ്റീവ് ആണ്. സോ ഇവിടെ നിന്ന് ഒരു സൈൻ ചേഞ്ച്, ഇവിടെ നിന്ന് ഒരു സൈൻ ചേഞ്ച്, 2 സൈൻ ചേഞ്ചസ്, 2 പോൾസ് ഉണ്ട് RHS. റൈറ്റ്, ഇനി ഒരു വേറൊരു കണ്ടീഷൻ വരാനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്കിപ്പം ഇത്രയും നേരം നമുക്ക് എന്താണ് കിട്ടിക്കൊണ്ടിരുന്നത്? വാട്ട് വേർ വി ഡൂയിങ് ഓർ വാട്ട് വേർ വി യൂസിങ്? നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് സീറോസ് ആണ് വന്നുകൊണ്ടിരുന്നത്. സപ്പോസ് വാട്ട് വിൽ യു ഡു ഇഫ് യു ഗെറ്റ് സീറോസ് ഓൺ ആൻ എൻറ്റയർ റോ? ഒരു റോ മുഴുവൻ 0 ആയി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം പിന്നെ താഴോട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് എപ്സിലോൺ ഒരെണ്ണം ഇടുന്ന എല്ലാത്തിലും എപ്സിലോൺ ഇട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. സോ വാട്ട് വി ഡു ഇസ്, if there is a row of zeros ROZ, then what we do is we find something called as the auxiliary equation. Okay, ഒരു ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യും. എന്നിട്ട് ആ ഓക്സിലറി ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഓക്സിലറി ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ ഈ ROZ റീപ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും സൈൻ ചേഞ്ചിന് ചെക്ക് ചെയ്യും. ഓക്കെ, we'll do that. കാണുമ്പോൾ മനസ്സിലാവും. One thing you should remember is, if there is a row of zeros, then poles are symmetric about origin. Poles are symmetric about origin എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, ഇത് സിമെട്രിക് ആണ്, ഇത് സിമെട്രിക് ആണ്, ഇത് സിമെട്രിക് ആണ്. ഓക്കെ, ഒറിജിനിൽ നിന്ന് ഇക്വി ഡിസ്റ്റൻസ് ആയിട്ടുള്ള പോൾസ് ഉണ്ടാവും. എല്ലാ സിമെട്രി ഉണ്ടാവണം എന്ന് മാത്രമല്ല, എന്താണ് എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ള ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഗ്രി ഓഫ് ദ ഓക്സിലറി ഇക്വേഷൻ. ഓക്കെ, അതായത് ഓക്സിലറി ഇക്വേഷൻ 4th ഡിഗ്രി ആണെങ്കിൽ 4 പോൾസ് വിൽ ബി സിമെട്രിക് അബൌട്ട് ദ origin, right? And one more thing is that if ഒരു റോ ഓഫ് 0 ഉള്ളെങ്കിൽ സിസ്റ്റം ഇസ് മാർജിനലി സ്റ്റേബിൾ. ആൻഡ് ഈ സിമെട്രിക് ആയിട്ട് വരുന്നത് എങ്ങനെയായിരിക്കും? റിയൽ ഇമാജിനറി ആക്സിസിൽ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ബട്ട് there are more than one row of zeros, then അത്രയും റിപ്പീറ്റിംഗ് പോൾസ് ഉണ്ടാവും. ഓക്കെ, we'll see some questions. Right, consider this example. ഇത് നമ്മൾ ആക്ച്വൽ വാല്യൂസ് നോക്കുന്നില്ല, ജസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് അത് മാത്രമേ നോക്കുന്നുള്ളൂ. സോ വി ഹാവ് 1 നെഗറ്റീവ് 1 പോസിറ്റീവ് 1 റോ ഓഫ് 0, അഗെയിൻ 2 പോസിറ്റീവ്സ് ആൻഡ് എ നെഗറ്റീവ്. സോ നമുക്ക് റൈറ്റ് അവേ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം, ഇവിടെ ഒരു സൈൻ ചേഞ്ച് ഉണ്ട്, ഇവിടെ ഒരു സൈൻ ചേഞ്ച് ഉണ്ട്. സോ ഹിയർ നമുക്ക് ഇവിടെ നിന്ന് ഒരു പോൾ ഓൺ ദ RHS, ഇവിടെ അഗെയിൻ അനദർ പോൾ ഓൺ ദ RHS. ഓക്കെ, നമ്മുടെ റോ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ S⁻³ വരുന്നത്. അപ്പോൾ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? ഈ പർട്ടിക്കുലർ റോയുടെ ഇതിനെ നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ ആ ടേംസിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഓക്കെ, എനിവേ ലെറ്റ് ഇറ്റ് ബി, വാല്യൂസ് കണ്ടുപിടിക്കുന്ന പോട്ടെ. സോ ഓക്സിലറി ഇക്വേഷൻ ഇസ് ഫോംഡ് യൂസിങ് this S⁻⁴, etc.
So that is a fourth order auxiliary equation is taken. That means 4 poles are symmetric about the origin. അതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കേണ്ട എന്തൊക്കെയാണ്, 2 പോൾസ് ആർച്ചസിലുണ്ടാവും, 2 പോൾസ് ആർച്ചസിലുണ്ടാവും, and what else, 4 poles will be symmetric about the origin. അങ്ങനെ നമ്മൾ വരച്ചതാണ് ഈ ഒരു ഇമേജ്. ഇതിൽ വേറെ പോസിബിലിറ്റീസ് ഉണ്ടോ? If you think about it, the only thing is that what 4 poles should be symmetric and 2 should come on the arches. So can you think something like this? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി, ഇവിടെയോ ഒരു പോൾ വന്നു കഴിഞ്ഞാൽ ഇത് പറ്റില്ല. ഓക്കെ, ഇതാണെങ്കിലും കുഴപ്പമില്ല. 4 poles should be symmetric. 4 poles should be symmetric. ഈ 4 എണ്ണം സിമെട്രിക് ആണ്. 1 2 3 4, ഇത് 4 സിമെട്രിക് ആണ്. ഓക്കെ, ഇത് 4 സിമെട്രിക് ആണ്. 2 എണ്ണം ആർച്ചസിലുണ്ട്. ഇതും ഒരു പോസിബിൾ സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ. അപ്പം നമുക്ക് ഈ ആക്ച്വൽ വാല്യൂസ് ഇല്ലാതെ നമുക്ക് എക്സാക്റ്റ് ഇത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു നേച്ചർ ഓഫ് ദ സിസ്റ്റം പറയാൻ പറ്റും. സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ, മാർജിനലി സ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ പോൾ ലൊക്കേഷൻ എന്തായിരിക്കും, പോസിബിലിറ്റീസ് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്, ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. ഇവിടെ കണ്ടോ, ഒരു റോ ഓഫ് സീറോസ് ഉണ്ട്. 4th ഓർഡർ എ ആണ്, ഓക്സിലറി ഇക്വേഷൻ ആണ്. ദെർഫോർ 4 poles symmetric to origin. 2 സൈൻ ചേഞ്ച് ഉണ്ട്. സോ 2 poles ഉണ്ട് ആർച്ചസ്. സോ ഇവിടെ 2 പോസിബിലിറ്റി. ഇവിടെ എങ്ങനെയാണ്, 2 എണ്ണം ആർച്ചസിലായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 4 എണ്ണം സിമെട്രിക് ആവണം, 2 എണ്ണം ആർച്ചസിൽ വരണം. ദിസ് ഈസ് ഓൾസോ പോസിബിലിറ്റി. റൈറ്റ്, നൗ ലെറ്റ്സ് സീ an actual example. Okay, so this is the auxiliary equation, s to the power of 5 plus s to the power of 4 plus 3s cube plus 3s squared plus 2s plus 2 equal to 0. നമ്മൾ ഇതിൻ്റെ എഴുതി. ഇവിടെ വന്നപ്പോൾ രണ്ടും 0 ആയിപ്പോയി. 3 - 3യും 2 - 2 രണ്ടും 0 ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് എന്താണ്, ഇതിനെടുക്കും. എങ്ങനെ, s to the power of 4 plus 3s squared plus 2. ഇത് ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. എന്നിട്ട് അതിനെ നമ്മൾ d/ds ഓഫ് ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാണ്, 4s ക്യൂബ് പ്ലസ് 6s പ്ലസ് 0 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 കോഎഫിഷ്യൻസ് കിട്ടി, 4ഉം 6ഉം. അതിന് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആദ്യത്തേനെ ഇവിടെയും രണ്ടാമത്തേനെ ഇവിടെയും 4ഉം 6ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് വി കണ്ടിന്യൂ വിത്ത് ദ കാൽക്കുലേഷൻ. സോ അടുത്ത ടേം എന്തായിരിക്കും, 4 × 3 - 6 ഡിവൈഡഡ് ബൈ 4. ഈ 2 ഇങ്ങോട്ട് ചാടി വരും. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇവിടെ പക്ഷേ ഇത് നമ്മൾ താഴോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഒരു 0 മാത്രം വന്നപ്പോൾ എപ്സിലോൺ യൂസ് ചെയ്ത പോലെ. പക്ഷെ നമ്മുടെ ബാക്കി ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് കൺസിഡർ ദിസ് ആസ് ആൻ ആർ ഓഫ് സെഡ് ഓൺലി, റോ ഓഫ് 0 ഓൺലി. ഇതിനങ്ങനെയാണോ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു റോ ഓഫ് 0 ഉണ്ട്, ഒരു 4th ഡിഗ്രി ഓക്സിലറി ഇക്വേഷൻ ഉണ്ട്. സോ എന്താണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ, 4 poles are symmetric to origin. But what is the other thing, there are no sign changes, so no poles on RHS, and there is only one row of 0. So what is that inference, there are no repeating poles. Okay, എന്നുവെച്ചാൽ നമുക്ക് 4 ഇത് സിമെട്രിക് ആയിട്ട് വരണം, ഒന്നും RHSൽ ഉണ്ടാകാൻ പാടില്ല, ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല ടോട്ടൽ 5 പോൾ ഉണ്ടാവുകയും വേണം. So this is the possible solution, only possible solution for this particular one. So ഇത് രണ്ടും സിമെട്രിക് ആണ്, ഇത് രണ്ടും സിമെട്രിക് ആണ്. ഓക്കെ ഓക്കെ, നൗ നമുക്ക് തിരിച്ചുള്ള ലെറ്റ്സ് സീ ദ ഓപ്പോസിറ്റ് തിങ്, that is identify the root tabular form for the given poles. Okay, so ഇതിൽ നമുക്കുള്ള ഇൻഫറൻസസ് എന്താണ്, 4 പോളുണ്ട്, 4 poles are the total. Therefore it is a 4th order characteristic equation. Then what, 4 പോളും symmetric about the origin.
4 poles are symmetric about the origin. That means auxiliary equation 4th order ആണ്. അതായത് റോ ഓഫ് സീറോസ് s to the power of 3 വരുന്നത്. And one this pole is on the RHS. So there is only one sign change. So and then s to power of 3 രണ്ട് zeros ഉണ്ട്, row of zeros ഉണ്ട്. Then last ഇതിൽ മാത്രമേ ഒരു sign change ഉള്ളൂ. Okay, this is one possibility. Okay, identify the RH tabular form for the pole zero location. This one. ഇതിൽ 3 repeating poles ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. So 3 repeating poles എന്ന് പറഞ്ഞാൽ 3 rows of zeros. Okay, and there are no poles on the RHS, implies no sign change. Okay, 6 poles ആണ് എന്താണ് സിമെട്രിക് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ ആദ്യത്തെ റോ ഓഫ് സീറോ എസ് ടു ദ പവർ 5 വരണം. സിമിലർലി മൊത്തം 6 പോളുണ്ട്. സോ 6th ഡിഗ്രിയാണ് ഹയസ്റ്റ്. എസ് ടു ദ പവർ ഓഫ് 6 ടു എസ് ടു ദ പവർ ഓഫ് 0. ഇവിടെ ഒരു പോസിറ്റീവ്, ഇത് എന്താണ് റോ ഓഫ് സീറോ, അഗെയിൻ a positive row of zeros like that. അങ്ങനെ പോകും. Right, this is how you go the other way. പോൾസിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് തിരിച്ചു പോകുന്നു. പിന്നെ ഇതിനിടയ്ക്ക് 1-2 ഹോംവർക്കും 1-2 വേറെ എക്സാമ്പിൾസും ചെയ്തിട്ടുണ്ട്. ഐ എം ജസ്റ്റ് ഗോയിങ് ത്രൂ ദ മെയിൻ തിങ്സ്. ഇനിയുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗിവൺ എ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. റൈറ്റ്, യു വിൽ ബി ഗിവൺ എ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എന്നിട്ട് അതിലൊരു വേരിയബിൾ ഉണ്ടാവും. ഹിയർ ഇറ്റ് ഈസ് കെ, എസ് അല്ലാതെ ഒരു വേരിയബിൾ, സം സിസ്റ്റം പാരാമീറ്റർ. അതിൻ്റെ റേഞ്ച് ചോദിക്കും for the system to be stable. So let's see an example. The question is find the range of k for system stability. Okay, find the value of k for system to become marginally stable and find omega n. So നമ്മൾ എന്ത് ആദ്യം നമുക്ക് കിട്ടിയ സാധനം ഇതിനെ നമ്മൾ റൂട്ട് ടേബിളർ ഫോം എഴുതും. s to the power of 3 to s to the power of 0, 1, 4 and 8 and k. എന്നിട്ട് എന്തെങ്കിലും അടുത്ത ടേം എഴുതും. എങ്ങനെയാണ്? 4 into 8 minus k into 1 divided by 8. Then ഈ k താഴോട്ട് വരും, അത് എഴുതി. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷൻസ് എന്താണ്? സിസ്റ്റം ടു ബി സ്റ്റേബിൾ. ദാറ്റ് മീൻസ് ഈ കോളത്തിലുള്ള എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ഇതും കൂടെ എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ദാറ്റ് ഈസ് this should be positive, k is greater than 0. This should be positive, that is 4 minus k by 8 is greater than 0. That is k is less than 32. So 0 less than k less than 32. This is a condition for a stable system. Marginally stable ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെണ്ണം 0 ആവണം. So here we are taking k is equal to 32. k 32 എന്തായി? 4 minus 4 equal to 0. ഇവിടെ 0. k equal to 32. ഇനി ഓക്സിലറി ഇക്വേഷൻ എഴുതിയ എന്താണ്? ഇത് നമ്മുടെ 0 റോ ഓഫ് 0 ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിലറി ഇക്വേഷൻ ഇസ് എന്താണ്? 8s square പ്ലസ് 32 equal to 0 എന്ന് വരും. റൈറ്റ്, therefore from that we can find omega n equal to 2 radian per second. Right, so that is how you this is a conditional stability വേണ്ടിയിട്ട്, അത് ഇന്ന സിസ്റ്റം പാരാമീറ്റേഴ്സിന് ഇത് സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ദാറ്റ് നമ്മൾ ഈ RH ക്രൈറ്റീരിയൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയുടെ ഒരു ഇതാണ്. അതായത് റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ടിൽ നൗ വി ആർ അസ്യൂമിങ് സ്റ്റെബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു എസ് ഈക്വൽ ടു 0 അല്ലേ? എസ് ഈക്വൽ ടു 0. ഇതിൻ്റെ റൈറ്റിലോട്ടാണ് നമ്മൾ അൺസ്റ്റേബിളായിട്ട് അസ്യൂം ചെയ്യുന്നത്. നമുക്കിനി വേറെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു സേ എസ് ഈക്വൽ ടു -a, ഇതിന് വെച്ച് സ്റ്റേബിൾ ആണോ എന്നറിയണം. കാരണം എന്തെങ്കിലും സിസ്റ്റം പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മുടെ പോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് എസ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പർട്ടിക്കുലർ വാല്യൂ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ടോ തന്നെയാണ്. കാരണം ടോ ഈക്വൽ ടു 1 ബൈ ദിസ് വരുമല്ലോ, -1 ബൈ ദിസ് വാല്യൂ വരുമല്ലോ.
സോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ സിസ്റ്റം പാരാമീറ്റർ ചേഞ്ച് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ദിസ് സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ആദ്യം വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദി സിസ്റ്റം ഇസ് സ്റ്റേബിൾ. എങ്ങനെ? ഇപ്പോൾ ഗിവൺ കണ്ടീഷനിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? We use the RH criterion. So here we have done that and there is no sign change. So system is stable. ഇനി what we do is ഇവിടെ നമുക്ക് എങ്ങനെയാണ് s equal to -1 with respect to that stable ആണോ എന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. So what we do is s equal to -1. So ഒരു സൈഡിലോട്ട് വരുമ്പോൾ s+1 equal to z എന്നുള്ളൊരു പുതിയ വേരിയബിളിലേക്ക് നമ്മൾ അസ്യൂം ചെയ്യും. ആൻഡ് വി ചേഞ്ച് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അക്കോർഡിംഗ്ലി. സോ s equal to z-1 അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും the characteristic equation, and we write the characteristic equation in terms of z, and then we do the RH criterion for that new characteristic equation. എന്നിട്ട് അതിൻ്റെ നമ്മൾ എന്താണ് നോക്കുന്നത്? അതിൽ ഈ പോൾസിൻ്റെ സൈൻ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, സോ ഹിയർ നമുക്ക് മനസ്സിലാവും രണ്ട് സൈൻ ചേഞ്ച് ഉണ്ട്. സോ രണ്ട് പോൾസ് ആർ ഓൺ ദ റൈറ്റ് ഓഫ് s equal to -1. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ s equal to -1 ഒരു വര വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റിലായിരിക്കും രണ്ടെണ്ണം. s equal to 0യുടെ ലെഫ്റ്റിൽ തന്നെ ആയിരിക്കും എല്ലാം, പക്ഷേ s equal to -1ൻ്റെ റൈറ്റിലാണ് രണ്ടെണ്ണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ conditional stability question, and I have given some more small problems. Okay, so this is a brief explanation of what an RH criterion is. So go through the problems once more, do the homeworks, and please contact me for any doubts. Thank you.